ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. ഇൻ ഉരീദു ലിൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വായിക്കുക സർവശക്തനായ ജഗന്നിയന്താവിൻ്റെ നാമത്തിൽ. മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചു, പേന കൊണ്ട് എഴുതാൻ അവൻ പഠിപ്പിച്ചു. അത്യുദാരനായ റബ്ബിനെ സ്മരിക്കുക. വിശുദ്ധ ഖുർആനിൻ്റെ ആദ്യത്തെ വചനങ്ങളാണ് ഞാൻ പാരായണം ചെയ്തത്. തണലാണ് കുടുംബം എന്ന ഈ ക്യാമ്പയിൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വിശുദ്ധ വാക്യത്തിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ കൽപ്പന വായിക്കുക എന്നതാണ്. തീർച്ചയായും ആ കൽപ്പന അനുസരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ. വായിച്ചുകൊണ്ടേയിരിക്കുക, പഠിച്ചുകൊണ്ടേയിരിക്കുക, അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അബദ്ധത്തിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഖുർആൻ ദുനിയാവിനെക്കുറിച്ച് പറയുന്നത് വഞ്ചനാത്മകമായ വിഭവമെന്നാണ്. ഈ ഏജ് വളരെ സെൻസിറ്റീവായ ഒരു ഏജാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികൾ ടീനേജുകാരാണ്. ടു സെൻസിറ്റീവ് പീരീഡ് എന്നാണ് ഈ പീരീഡിനെ പറയുക. നിങ്ങൾക്കെല്ലാം കൗതുകമാണ്. വിവേകത്തേക്കാൾ വികാരം നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നിങ്ങളിപ്പോഴുള്ളത്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ എല്ലാ പുതുമകളോടും വല്ലാത്ത ഇഷ്ടം നിങ്ങൾക്ക് തോന്നും. അത് നല്ലതോ ചീത്തയോ എന്ന ചിന്തയില്ലാതെ നിങ്ങൾ സ്വീകരിക്കും. ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ പല വിധത്തിലുള്ള ഹോർമോൺ ഉൽപ്പാദനങ്ങൾ നടക്കും. അതിൽ പ്രധാനമായും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് സെക്സ് ഹോർമോൺ. നിങ്ങളുടെ ബ്രെയിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഡോപ്പോമിൻ, സെറട്ടോണിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ അടക്കമുള്ള ഹാപ്പി ഹോർമോൺസ് ഉണ്ട്. പക്ഷേ ഇതുപോലെ അത് ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ ചില രീതികൾ സ്വീകരിക്കണം. ഉദാഹരണം, രണ്ടുപേർ സ്നേഹപൂർവ്വം സംസാരിക്കുമ്പോൾ, രണ്ടുപേർ സ്നേഹപൂർവ്വം സ്പർശിക്കുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഹോർമോണാണ് ഓക്സിറ്റോസിൻ. നന്നായി വ്യായാമം ചെയ്യുന്ന കുട്ടികളിൽ എൻഡോർഫിൻ നന്നായി ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇങ്ങനെ വരുമ്പോൾ അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാകും. നേരെ മറിച്ച് കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണുകളുണ്ട്. അവ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ എപ്പോഴും ഡിപ്രഷനും സ്ട്രെസ്സും ഫ്രസ്ട്രേഷനും ആ കുട്ടി അനുഭവിക്കും. ചിരിക്കാൻ പറ്റില്ല. അങ്ങനെ മാനസികമായ പലവിധ സംഘർഷങ്ങളും അത് കൂടി ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന അർത്ഥത്തിലേക്ക് OCD എന്ന ഒരു തരം മാനസിക സംഘർഷത്തിലേക്ക് വരും. സൈക്കോസൊമാറ്റിക് ഇൽനെസ്, ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലൂടെ കുട്ടികൾ മുന്നോട്ട് പോകുന്നുണ്ട്. ഈ കോർട്ടിസോൾ സ്ട്രെസ് ഹോർമോണിനെ നിയന്ത്രിക്കണം. ആ നിയന്ത്രിക്കുന്നത് രാത്രി നേരത്തെ കിടന്നുറങ്ങുമ്പോഴാണ് അതിനെ നിയന്ത്രിക്കുന്ന ഹോർമോൺ ഉൽപ്പാദനം നടക്കുക. നിർഭാഗ്യവശാൽ ഈ പ്രായത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നത് അസമയത്താണ്, അശ്രദ്ധമായാണ്. ഉറക്കത്തെക്കുറിച്ച് ഖുർആൻ കൽപ്പന നടത്തുന്നുണ്ട്. വജഅൽനാ നൗമക്കും, നാം നിങ്ങൾക്ക് ഉറക്കമാക്കി തന്നിരിക്കുന്നു. സുബാത്തൻ വജഅൽനൽ ലൈല ലിബാസൻ, നിങ്ങൾക്ക് വിശ്രമവേളയാക്കി, നിങ്ങൾക്കൊരു ഡ്രസ്സ് പോലെ അന്തരീക്ഷം ഇരുട്ടുള്ളതാക്കി. നിങ്ങൾക്കറിയാം, രാത്രി കിടന്നുറങ്ങുമ്പോൾ നിങ്ങൾ ലൈറ്റ് സ്വിച്ച് ഓഫ് ചെയ്യും. കാരണം ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഉറക്കത്തെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കും. അതുകൊണ്ട് അള്ളാഹു സൂര്യനാകുന്ന മെയിൻ സ്വിച്ച് ആ ലൈറ്റ് ഓഫ് ചെയ്ത് വെക്കുകയാണ്. അള്ളാഹു പറയണം, ഞാനാണത് ചെയ്യുന്നത്.
അമേരിക്ക പറയില്ല ഞങ്ങളാണത് ചെയ്യുന്നതെന്ന്. ജപ്പാൻ അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇന്ത്യക്ക് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇതൊക്കെ നിയന്ത്രിക്കുന്ന ഒരു നാഥനുണ്ട്. ആ നാഥൻ്റെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും വിദ്യാർത്ഥികളോട് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾ മൂന്നാളുകളോട് കളിക്കാൻ നിൽക്കരുത്. അതിലൊന്ന് അള്ളാഹുവാണ്. റബ്ബിനെ നിങ്ങൾ നിസ്സാരമായി ഗണിക്കരുത്. വമാ ഖദറുല്ലാഹ ഹഖ ഖദ്രി, പടച്ചവനെ നിങ്ങൾ പരിഗണിക്കേണ്ടതുപോലെ പരിഗണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസർ തരാൻ, നിങ്ങൾക്ക് ഇന്നലെ 5 പേർ MBBS ചെയ്തുകൊണ്ടിരിക്കുന്ന 5 കുട്ടികൾ ഇന്നലെ മരിച്ചു. മരണത്തെ നിയന്ത്രിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല. മരണത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ സാധിക്കില്ല. ജരാനിരകൾ ബാധിക്കുമ്പോൾ നമുക്ക് നിറം കൊടുക്കാം, പക്ഷേ തലമുടിയും ദാടിയും ശരീരത്തിലെ രോമങ്ങൾ നിരക്കുന്നത് ഇല്ലാതെയാക്കാൻ 21ാം നൂറ്റാണ്ടിലും ശാസ്ത്രം അതിന് വിദ്യ കണ്ടെത്തിയിട്ടില്ല. ശരീരം ചുളുങ്ങിപ്പോകുന്നു, ശരീരം പ്രായമാകുമ്പോൾ ഇങ്ങനെ കുനിഞ്ഞു പോകുന്നു. അതിനൊന്നും ഇന്നും ശാസ്ത്രത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. മരണത്തെ നോക്കി നിൽക്കുക എന്നതിനപ്പുറം അതിനെ മറികടക്കാനുള്ള ഒരു മാർഗവുമില്ല. 100 വയസ്സ് എന്നത് 500 വയസ്സ് വരെ ഒരാളെ ജീവിപ്പിക്കാൻ ശാസ്ത്രത്തിന് സാധിക്കില്ല. അങ്ങനെ ഒരു ശാസ്ത്രം ഒരു കണ്ടെത്തൽ നടത്തിയാൽ അതൊരു വലിയ ദുരന്തമാണ്. കാരണം 70 കഴിഞ്ഞ് 80 കഴിഞ്ഞ് 90 കഴിഞ്ഞ് കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രി ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. കേരളം തന്നെ അത് മറന്നു. അദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ഓർമ്മ കിട്ടണില്ലേ നിങ്ങൾക്ക്? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയുണ്ട്, അച്യുതാനന്ദൻ. അദ്ദേഹം മരിച്ചിട്ടില്ല. അദ്ദേഹത്തിന് ഇനിയും ഒരു 100 വർഷം ആയുസ് കൊടുത്താൽ എന്ത് വലിയ ക്രൂരതയാണത്. കാരണം അദ്ദേഹത്തിനെ എല്ലാം വിസ്മരിച്ച് വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അതിൽ കാര്യമില്ല. ഞാൻ പറയുന്നത്, പടച്ചവൻ എന്ന ഒരാൾ, ആ റബ്ബിനോട് നിങ്ങൾ കളിക്കാൻ നിൽക്കരുത്. രണ്ടാമത്തത് നിങ്ങളുടെ പേരൻസ്, മാതാപിതാക്കൾ. നിങ്ങൾ കാരുണ്യത്തിൻ്റെ ചിറകുകൾ അവർക്ക് വിരിച്ചു കൊടുക്കണം. വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഛേ എന്ന് നിങ്ങൾ അവരോട് പറയരുത്. അവർക്ക് പ്രായമാകുമ്പോൾ എന്നാണ് ഖുർആൻ പറയുന്നത്. ചെറുപ്പക്കാരായ ഉപ്പാടും ഉമ്മാടും എന്തെങ്കിലും പറഞ്ഞാൽ അവർ ചിലപ്പോൾ നിങ്ങളെ ശിക്ഷിക്കും. പ്രായമായ മാതാപിതാക്കളെ അവഗണിക്കുക. അതിനൊക്കെ ദുനിയാവിൽ ശിക്ഷ ലഭിക്കും. അതൊന്നും പരലോകത്തല്ല. ലില്ലദീന അഹ്സനു ഫീ ഹാദിഹി ദുനിയ ഹസന. നല്ല മനുഷ്യർക്ക് പരലോകത്ത് സ്വർഗ്ഗമുണ്ട് എന്നല്ല അള്ളാഹു പറയുന്നത്. നല്ല മനുഷ്യർക്ക് ദുനിയാവിൽ അള്ളാഹു നന്മ നൽകുന്നതാണ്. നന്മ ചെയ്താൽ ഇവിടെ നന്മ കിട്ടും. ദുഷ്ടന്മാരെ ഇവിടെ അള്ളാഹു പരീക്ഷിക്കും. ഹിറ്റ്ലർ സൂയിസൈഡ് ചെയ്തത് നിങ്ങൾക്കറിയാം. അയാൾ വലിയ ശക്തനായ ഒരാളായിരുന്നു. മുസോളിനി സൂയിസൈഡ് ചെയ്തത് നിങ്ങൾക്കറിയാം. അയാളും വലിയ ശക്തിമാനായ ആളായിരുന്നു. ഇതുപോലെ ഞാൻ വലിയ ശക്തനാണ് എന്ന് പറഞ്ഞ് ഒരു നെതന്യാഹു ഇസ്രയേലിലുണ്ട്. 1 വർഷം കഴിഞ്ഞു. ഗസ എന്ന് പറയുന്ന ചെറിയ തുരുത്ത്, അതിനുള്ളിൽ 100 പേരെ അണ്ടർഗ്രൗണ്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഈ ഹമാസ് എന്ന് പറയുന്ന ടീം. ഇതുവരെ അവർക്ക് കണ്ടെത്താൻ കഴിയാതെ ഇളിഭ്യരായി നാണം കെട്ട് അതിൻ്റെ കലി തീർക്കാൻ പാവപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങളെ നിരന്തരമായി കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര കോടതി കുറ്റവാളിയായി നെതന്യാഹുവിനെയും ഇസ്രയേലിനെയും IDF-നെയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, പടച്ചവൻ ചോദിക്കുന്നുണ്ട്, ഈ അഹങ്കാരികൾക്ക് മേൽ അവരെ നിയന്ത്രിക്കാൻ ആരുമില്ലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പടച്ചവൻ അത് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയോ PTSD എന്ന് പറയുന്ന ഒരു രോഗം ഈ IDF ഭടന്മാരെ ബാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് CNN പുറത്തുവിടുകയുണ്ടായി. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു തരം മാനസിക സമ്മർദ്ദം. ഈ കുട്ടികളൊക്കെ കൊന്നിട്ടേ ഇതൊരു വലിയ അത്ഭുതമാണ്. ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമഹ വലാ ഉഖ്സിമു ബിന്നഫ്സിൽ ലവ്വാമ. നമ്മൾ തെറ്റ് ചെയ്താൽ മനസ്സാക്ഷിക്കൊത്തുണ്ടാവും. ഉമ്മയോട് നിങ്ങൾ അകാരണമായി, ഉപ്പയോട് നിങ്ങൾ അകാരണമായി, നിങ്ങളുടെ ഫ്രണ്ടിനെ നിങ്ങൾ വെറുപ്പിച്ചാൽ, നിങ്ങൾ ആരെ വേദനിപ്പിച്ചാലും നിങ്ങളുടെ ഉള്ള് വല്ലാത്ത നോവ് അനുഭവിക്കും. നന്മ ചെയ്താൽ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷം ഉണ്ടാവും. മൽ ഇസ്മി യാ റസൂലല്ലാഹ്, എന്താണ് പ്രവാചകരെ പാപം എന്ന് ചോദിച്ചു. അപ്പോൾ റസൂൽ പറഞ്ഞു, മഹാ കഫി സദരിക്, നിൻ്റെ ഉള്ളിൽ പെയിൻ അനുഭവിക്കുന്നതൊക്കെ പാപമാണ്. ഇത് ചെയ്യാൻ പാടില്ല എന്ന് മനസ്സിങ്ങനെ പറയും.
കാലിങ്ങനെ വിറക്കും, ശരീരം ഇങ്ങനെ വിയർക്കും. നിങ്ങളുടെ മുഖം തന്നെ ഒരു തരം അധർമ്മം ചെയ്തിട്ട് നിങ്ങൾ പുറത്തേക്ക് വന്നാൽ എല്ലാവർക്കും മനസ്സിലാവും കള്ളനാണോ വരുന്നതെന്ന്, അല്ലെങ്കിൽ കള്ളത്തരം ചെയ്തിട്ടാണ് വരുന്നതെന്ന്. ഇതൊക്കെ ആരാണ് ഇതൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്? അവൻ്റെ പേരാണ് അള്ളാഹു എന്ന് പറയുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട്, പാരൻസിനോട്, നിങ്ങളുടെ ഗുരുവര്യന്മാരോട്, ഗുരുക്കന്മാർ നിസ്സാരമല്ല, ഗുരു എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നത് ലെവിഗോസ്കിയുടെ ഒരു തിയറിയാണ്. അഥവാ ഈ ഒരു ആ ഗാർഡൻ കുറേ ചെടികൾ വെച്ച് നിങ്ങൾ ഗാർഡനർ ഇല്ലാതെ വെറുതെ വേലി കെട്ടി നിങ്ങൾ പുറത്തേക്ക് വന്ന് വെള്ളം മാത്രം കൊടുക്കും, അതെന്തായിത്തീരും? ഒരു ഭംഗിയില്ലാത്ത കാടായിത്തീരും. നേരെ മറിച്ച് നിരന്തരമായി അതിൽ ചെന്ന് വെട്ടേണ്ടത് വെട്ടി, പറിക്കേണ്ടത് പറിച്ച്, അങ്ങനെയാണ് ആ ഗാർഡനെ സംരക്ഷിക്കുന്നതെങ്കിൽ ബ്യൂട്ടിഫുൾ ഗാർഡനായിത്തീരും. ഇന്നത്തെ ലിബറൽ മാനസികാവസ്ഥയിൽ പുതിയ തലമുറയോട് ഫെമിനിസ്റ്റുകളും ലിബറലിസ്റ്റുകളും പറയുന്നത് ഒരു നിയന്ത്രണവും ആവശ്യമില്ല. ഈശ്വരൻ വേണ്ട, പ്രവാചകന്മാർ വേണ്ട, മതം വേണ്ട, ഫ്രീ ലൈഫ്. ഈ അപകടകരമായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള, ഫ്രീഡത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആവേശമാണ്. ഫ്രീഡം, എല്ലാവരും ഫ്രീഡത്തെക്കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വാതന്ത്ര്യം വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വളരെ ആത്മാർത്ഥമായി ആലോചിച്ച് നോക്കൂ ഈ ഗാർഡനെക്കുറിച്ച്. ഇതാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വെട്ടേണ്ടത് വെട്ടണം. ഒരു പട്ടം ഇങ്ങനെ ഉയരത്തിൽ ഇങ്ങനെ പറക്കുകയാണ്. ഒരു കുട്ടി താഴെ നിന്ന് നൂലുകൊണ്ട് അതിനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. പട്ടം അതിലൂടെ പറന്നു പോകുന്ന പരുന്തിനോട് പറഞ്ഞു, എന്നെ ഒന്ന് രക്ഷിക്കണം. ഒരു കുട്ടി എന്നെ പിടിച്ചു വലിക്കുന്നത് കൊണ്ട് എനിക്ക് അനന്തമായി വിഹായസിൽ പാറിക്കളിക്കാൻ കഴിയുന്നില്ല, ഒന്ന് കട്ട് ചെയ്ത് തരണം. പരുന്ത് സഹായിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? പരുന്ത് അത് കട്ട് ചെയ്ത് കൊടുത്ത നിമിഷത്തിൽ തന്നെ ഈ പട്ടം മുഖം കുത്തി താഴേക്ക് വീണു. നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ അവസ്ഥ ഇതായിരിക്കും. ഒരു പെണ്ണിന് ആണാവാൻ മോഹം. അങ്ങനെ ആ ലിംഗമാറ്റ ശസ്ത്രക്രിയക്ക് അവൾ വിധേയമായി. പടച്ചവൻ എൻ്റെ സൃഷ്ടിപ്പ് സമ്പൂർണമാണ്. മനുഷ്യൻ ഏതൊക്കെ അർത്ഥത്തിൽ അതിനെ തഗ്യീർ ചെയ്യാൻ, മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ അതൊക്കെ അപകടമാണ്. ഈ പെണ്ണ് പറയാണ്. അതിനുശേഷം അവളുടെ യൂട്യൂബിൽ ഇന്നും നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഒരു മലയാളിയാണ്. അവൾക്ക് പഴുത്ത് ശരീരം നശിച്ച് മെൻ്റലി ഒരുപാട് ഫ്രസ്ട്രേഷൻ അനുഭവിച്ച് അവൾ ആ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നുണ്ട്, സമൂഹത്തെ ചോദ്യം ചെയ്യുന്നുണ്ട്. അവസാനം അവൾ ആത്മഹത്യ ചെയ്തു. സുശാന്ത് സിംഗ് രജപൂത് SSR നല്ലൊരു ആക്ടറായിരുന്നു അയാൾ, യുവാവാണ്. അയാൾ സൂയിസൈഡ് ചെയ്തു. അനവധി അത്തരം ഈ കഫേ കോഫിയുടെ ഉടമ സിദ്ധാർത്ഥ്, കഫേ കോഫിയുടെ ഒക്കെ ഇഷ്ടം പോലെ ഇന്ത്യയിൽ കാണാൻ സാധിക്കും. അയാൾ സൂയിസൈഡ് ചെയ്തു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നത്? ഈ ഒരു തരം ട്രോമ, മനസ്സാക്ഷി നശിക്കും, നമ്മുടെ ഹാപ്പിനെസ് നശിക്കും. ഹാപ്പി ഹോർമോൺസിന് പകരം സ്ട്രെസ് ഹോർമോൺസ്, കില്ലർ ഹോർമോൺസ്, അഡ്രിനാലിൻ. ചില കുട്ടികളുണ്ട് ഭയങ്കര ദേഷ്യക്കാരാണ്. അവരെ നിയന്ത്രിക്കാൻ പറ്റില്ല. അവർക്കറിയാം ഞാൻ ഭയങ്കര ആങ്കർ, ഒരു അങ്ങനെ ഒരു മാനസികാവസ്ഥ എനിക്കുണ്ട്. ആങ്കർ അതിൻ്റെ മുമ്പിൽ ഒരു ഡേഞ്ചർ എന്നാണ് അർത്ഥം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഗളബ ല യുഫ്സിദുൽ ഈമാൻ. ദേഷ്യക്കാർക്ക് ഈമാൻ ഇല്ല എന്നാണ്, നരകം ഉറപ്പാണെന്ന് അവർക്ക്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മോഡൽ. മുഹമ്മദ് നബിയാണ് നമ്മുടെ മോഡൽ. ആ മനുഷ്യൻ കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ലാവണ്യത്തിൻ്റെ, പുഞ്ചിരിയുടെ പര്യായമായിരുന്നു. നിരന്തരമായി കരഞ്ഞിരുന്നൊരു മനുഷ്യൻ്റെ പേരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ എന്ന് ശ്രീനാരായണൻ പാടുന്നുണ്ട്. മുഹമ്മദ് നബി അങ്ങനെയുള്ളൊരു മനുഷ്യനായിരുന്നു. ആ പ്രവാചകനാണ് നമ്മുടെ മോഡൽ. അതുകൊണ്ട് കാരുണ്യവും സ്നേഹവുമാണ്, ദേഷ്യവും വെറുപ്പുമല്ല നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകേണ്ടത്. ഇതൊക്കെ വീട്ടകത്ത് നിന്ന് പഠിപ്പിക്കപ്പെടേണ്ടതാണ്. ഇത് പേരൻസിൽ നിന്ന് ലഭിക്കണം. ചില പേരൻസ് ടോക്സിക് ആയിരിക്കും. അവർ പരസ്പരം ഏറ്റുമുട്ടുന്നവരായിരിക്കും. ദി ടെസ്റ്റ് ഓഫ് മൈ ലൈഫ്, യുവരാജ് സിംഗ് ക്രിക്കറ്റർ, അയാളുടെ
കഥയാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ച ഏറ്റവും വലിയ പെയിൻ അച്ഛൻ്റെയും അമ്മയുടെയും സെപ്പറേഷനാണെന്ന്. സിൽവർ സ്പ്ലിറ്റേഴ്സ് പുതിയ ഒരു പ്രയോഗമുണ്ട്, ഗ്രേ ഡിവോഴ്സ് എന്ന് പറയുന്ന ഒരു പ്രയോഗം. അഥവാ പണ്ട് കല്യാണം കഴിഞ്ഞ് ഏതാനും വർഷങ്ങൾക്ക് ചെറിയ കുട്ടികളുണ്ടായിരിക്കുക ഡിവോഴ്സ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ് മുടിയൊക്കെ നരച്ചതിന് ശേഷമാണ് ഇന്ന് ഡിവോഴ്സ് നടക്കുന്നത്. AR റഹ്മാൻ്റെ കല്യാണം ഭാര്യയും അയാളും 30ാമത്തെ വർഷത്തിലാണ് പരസ്പരം സെപ്പറേറ്റ് ആകുന്നത്. ബിൽഗേറ്റ്സ് പ്രായമായതിനു ശേഷമാണ് വൈഫുമായി അകലുന്നത്. ധനുഷ് നിങ്ങൾക്കറിയാം, ആക്ടർ, തമിഴ് ആക്ടർ, അയാൾ ഒരുപാട് രജനീകാന്തിൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് സെപ്പറേറ്റ് ആകുന്നത്. എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് എംപ്റ്റിനെസ് സിൻഡ്രോം അവരെ പിടികൂടിയെന്നാണ്. എംപ്റ്റിനെസ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഒരു തരം ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ടല്ലോ, അത് നഷ്ടപ്പെടുക. നിങ്ങളുടെ കുട്ടികൾ പലരുമുണ്ട്, നിങ്ങളുടെ ഉപ്പയോട് നിങ്ങൾക്ക് വലിയ ഇഷ്ടമായിരുന്നു, നിങ്ങളുടെ ഉമ്മയെ നിങ്ങൾ അത്രയും സ്നേഹിച്ചിരുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് അവരെ കാണുമ്പോൾ ദേഷ്യം വരിക, ഉമ്മയോട് സ്നേഹമില്ലാതിരിക്കുക, ഒരു തരം എന്താ പറയുക, സീറോ ലവ്, നിങ്ങൾ തീരെ അവരുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതിരിക്കും. ഇതൊക്കെ വലിയ രോഗമാണ്. ഇതിനെക്കുറിച്ചൊക്കെ വലിയ പഠനമുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങനെ ആർക്കെങ്കിലും ഉപ്പയോടും ഉമ്മയോടും പ്രകൃതിപരമാണ് ആ സ്നേഹം. വിഷസർപ്പത്തിന് അതിൻ്റെ കുഞ്ഞിനോടൊരു ഇഷ്ടമുണ്ട്. എല്ലാ ജീവജാലങ്ങളും, കോഴിക്കുഞ്ഞുങ്ങൾ, ആട്ടിൻ കുഞ്ഞുങ്ങൾ, പശുക്കുട്ടികളൊക്കെ അമ്മയെ കാണുമ്പോൾ ഓടിച്ചെല്ലും അല്ലേ? ഇങ്ങനെ അത് പ്രകൃതിപരമാണ്. നിങ്ങൾക്ക് അങ്ങനെ ഇല്ല. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഉമ്മയോട് ഉപ്പയോട് സ്നേഹം തോന്നണില്ലെങ്കിൽ അത് വലിയൊരു പ്രശ്നമാണ്. അത് തലമുറകളോളം നിങ്ങളത് ബാധിക്കുമെന്നതാണ്. അത് ഈ ഹോർമോണുമായി അതിന് ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ സന്ദർഭത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വ്യത്യസ്തങ്ങളായ ഹോർമോൺ, ഈ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള അട്രാക്ഷൻ തോന്നും. അത് പ്രകൃതിപരമാണ്. തോന്നുന്നതുകൊണ്ട് വിരോധമല്ല. പക്ഷെ ഇപ്പം ഞാനിപ്പോൾ നിങ്ങളവിടെ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നുണ്ട്. അത് ഓരോ വിഭവവും കാണുമ്പോൾ കൊതി തോന്നും. അതൊക്കെ എടുത്ത് കഴിച്ചാൽ എന്തായിരിക്കും? ഞാൻ മനുഷ്യനായതുകൊണ്ട് ഞാനതിനെ കൺട്രോൾ ചെയ്യണം. 3 തരത്തിൽ അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ട് മനുഷ്യരെ, ജീവികളെ. ഒന്നാമത്തത് ഡിസയർ ഇല്ല, റേഷണലിസവും ഇല്ല, അതാണ് മലക്കുകൾ. രണ്ടാമത്തത് ഡിസയർ ഉണ്ട്, റേഷണലിസം ഇല്ല, അതാണ് മൃഗങ്ങൾ. മൂന്നാമത്തത് ഡിസയറും റേഷണലിസവും ഉണ്ട്. ഇത് രണ്ടും ഉള്ളവരാണ് മനുഷ്യർ എന്ന് പറയുന്നത്. മൃഗങ്ങൾക്ക് ബുദ്ധിയില്ല, അവർ ചിന്തയില്ല. മാൻ ഈസ് എ റേഷണൽ ബീയിങ് എന്നാണ്. നമുക്ക് വിവേകമുണ്ട്. അതുകൊണ്ട് ഇത് കഴിക്കണം, ഇത് കഴിക്കരുത്, ഇതിന് ഇത്ര വില കൂടുതലാണ്, എൻ്റെ ഉപ്പയ്ക്ക് ഇത്ര അധികം പൈസയില്ല, എല്ലാ കുട്ടികളും ടൂറ് പോകുന്നുണ്ട്, എനിക്ക് അതിന് പോകാനുള്ള സാമ്പത്തിക ശേഷിയില്ല, അതുകൊണ്ട് എൻ്റെ ആഗ്രഹം ഞാൻ നിയന്ത്രിക്കണം. എല്ലാ കുട്ടികൾക്കും സ്മാർട്ട് വാച്ച് ഉണ്ട്, ആ സ്മാർട്ട് വാച്ചുള്ള കുട്ടികളുടെ ഉപ്പമാർക്ക് പണം ഉണ്ടാവും. എൻ്റെ ഉപ്പ ഇങ്ങനെയാണ്, അതുകൊണ്ട് എൻ്റെ ഉപ്പയോട് എനിക്ക് കരുണയുണ്ട്, അതിനോട് ഉപ്പയെ വേദനിപ്പിക്കാൻ പാടില്ല, അതുകൊണ്ട് ഉപ്പയോട് ഞാൻ പറയും ഇപ്പോൾ അതൊന്നും ആവശ്യമില്ല എന്ന് പറയും. ഇതിനാണ് ഈ മനുഷ്യത്വം എന്ന് പറയാം. ഇതില്ലാത്ത ചില കുട്ടികൾ ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നു. ആ കുട്ടിയോട് ഉപ്പയുടെ 2 ദുർഗുണങ്ങൾ എഴുതാൻ പറഞ്ഞപ്പോൾ ആ കുട്ടി എഴുതി തന്ന ഒരു കാര്യം വെച്ചാൽ, എൻ്റെ വാപ്പ തീരെ ശരിയല്ല, വളരെ മോശം വാപ്പയാണ്, എന്താ കാരണം 5 വർഷമായി ഒരേ കാർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ്, എൻ്റെ വാപ്പാക്ക് ബെൻസില്ല, എൻ്റെ ഉപ്പ വലിയ വീടുണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെയാണ് കുട്ടികൾ പേരൻസിനോട് പോലും ഇങ്ങനെ കാണുന്നത്. അത് അപകടകരമായ ഒരു മാനസികാവസ്ഥയാണ്. ആ മാനസികാവസ്ഥ നിങ്ങളെ ഗുരുതരമായ അവസ്ഥയിൽ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തുന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തങ്ങളായ ആഗ്രഹങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കണം. ഈ ആഗ്രഹങ്ങളെ കൺട്രോൾ ചെയ്യുമ്പോഴാണ് മനുഷ്യനാകുന്നത്. എല്ലാവർക്കും മമ്മൂട്ടി മെഗാസ്റ്റാർ 73 വയസ്സായി, അയാൾക്ക് എന്തൊക്കെ ആഗ്രഹമുണ്ട്. ആഗ്രഹത്തിനനുസരിച്ച് അയാൾ വാരി വലിച്ച് ഭക്ഷണം കഴിക്കണില്ല എന്നുള്ളതാണ് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. അയാളുടെ സൗന്ദര്യത്തെ, അയാളുടെ ഹെൽത്തിനെ കുറിച്ചുള്ള ചർച്ചയിൽ പറയുന്നത് അയാൾ ശ്രദ്ധിക്കുന്നത്. അയാൾ 5 ടൈംസ് നിസ്കരിക്കുന്നു. എന്തിനാണ് അയാൾ നിസ്കരിക്കണത്? അയാൾ ഫിലിമിൻ്റെ ലോകമല്ലേ? അയാൾ നിസ്കരിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? അയാൾക്ക് ഇഷ്ടംപോലെ കള്ളു കുടിക്കാമല്ലോ, ഇഷ്ടംപോലെ ലഹരി എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾ LSDയും MDMAയും അങ്ങനെ അതൊന്നും ഒരു പ്രശ്നമല്ല എന്നൊരു കുട്ടിയെ കൗൺസിലിംഗ് കൊണ്ടുവന്നു. ആ കുട്ടി കഞ്ചാവിന് +2 പഠിക്കുന്ന പയ്യനാണ്, കഞ്ചാവ് അടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. അവനോട് ഞാൻ ചോദിച്ചു, മോനെ അത്, അപ്പോൾ അവൻ പറയണത് എന്നറിയോ, സാറേ ഇത് പ്രകൃതി, ഇത് നാച്ചുറലാണ് കഞ്ചാവ്, ഇത് കുഴപ്പമില്ല എന്ന് എന്നോട് പറയാം. ഒരു പ്രശ്നമില്ല സാറേ.
പിന്നെ അവൻ പറഞ്ഞ കൗതുകകരമായൊരു കാര്യം, സാറേ ഈ കഞ്ചാവുണ്ടല്ലോ, ഈ മദ്യം മറ്റ് കള്ള് ചാരായമൊക്കെ ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ, ഇതുപോലെ ഗവൺമെൻറ് അനുവദിക്കാൻ പോകണം. അവൻ വലിയ പ്രതീക്ഷയിലാണ്. അവൻ എന്നോട് പറയാണ്, അവൻ്റെ സാറ് പേരൻസിനെ ഉപദേശിക്കുക, എന്നല്ല ഉപദേശിക്കേണ്ട, അവർ ഉപദേശിക്കുന്നത്. എന്താ പ്രശ്നം എന്നറിയോ? ഈ സാധനം അങ്ങോട്ട് ഉള്ളിലേക്ക് വന്നാൽ പിന്നെ ഇങ്ങനെ തന്നെ നിങ്ങളൊക്കെ സംസാരിക്കുക. കാരണം റേഷണലിസം, വിവേകം, ദി എബിലിറ്റി ടു യൂസ് യുവർ നോളജ് ടു ടേക്ക് ഗുഡ് ഡിസിഷൻ, ഏതാ ശരി ഏതാ തെറ്റെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളങ്ങനെ തോന്നിയതുപോലെ ആയിരിക്കും നിങ്ങൾ ജീവിക്കുക. അപ്പോൾ ഈ റേഷണലിസം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിവേകം, ഇതെൻ്റെ സഹോദരിയാണ് എന്ന ബോധം, ഇതെൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് എന്ന ബോധം, ഇതെൻ്റെ ടീച്ചറാണ് എന്ന ബോധം, അതൊക്കെ വളരെ പ്രധാനമാണ്. ആ ബോധമില്ലെങ്കിൽ വലിയ അപകടമാണ്. ഒരു പാട്ടിനെ കുറിച്ചുള്ള വലിയ ചർച്ചയുണ്ട്. അത് ബനാന, വാഴ എന്ന് പറയുന്നൊരു ഫിലിമിലെ പാട്ട്. ബനാന ഒരു പൂ തരുമോന്ന്. ബനാനക്ക് എങ്ങനെ പൂ തരാൻ പറ്റുക എന്നാണ് ചോദ്യം. അങ്ങനെ ചോദിക്കൊന്നും ചെയ്യരുത്. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാടും. ഞങ്ങളുടെ ലോകം വേറെ ലോകമാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ താഴ്ഭാഗം പൊളിഞ്ഞു പോയതെന്നാണ്. അടിത്തറ ഇല്ലെങ്കിൽ യൂസ്ലെസ് ആണ്. പക്ഷെ നമ്മളൊരു അടിപൊളി എന്ന് പറയാം. ഞാൻ ഒരിക്കലും പ്രഭാഷണത്തിന് കയറാൻ വരുമ്പോൾ അടുത്തിരിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു, തകർക്കണട്ടാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ കയറി തുടങ്ങിയതൊക്കെ എടുത്ത് പൊളിച്ചിരിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. തകർക്കണം ഇവിടെ കയറിയിട്ട്. അപ്പം ഇങ്ങനെ നമുക്കറിയില്ല, അതിൻ്റെ നെഗറ്റീവ് മീനിങ്സ് ഒക്കെ പോസിറ്റീവായിട്ടാണ് അവർ കാണുന്നത്. അങ്ങനെ ഒരു തരം ഭ്രാന്തമായ ആവേശത്തിൻ്റെ ലോകത്താണ് പുതിയ തലമുറയുള്ളത്. ഈ നിയന്ത്രണങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ലിവിങ് ടുഗദർ, എന്തിനാണ് കല്യാണം കഴിക്കുന്നതെന്നാണ് ചോദിക്കുന്നത്. എന്നാ കല്യാണം കഴിക്കണം? എന്തിനാണ് പെണ്ണിനെ തന്നെ കെട്ടണത്? ആണിനെ കെട്ടി എന്താ കുഴപ്പമൊന്നും? ഇതിന് ഭ്രാന്ത് എന്നല്ലെങ്കിൽ എന്താ ഇതിനെ പറയാ? പെൺകുട്ടി ചോദിക്കുക, എന്തിനാണ് ഈ ആണിനൊക്കെ കല്യാണം കഴിച്ച ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, പെണ്ണിനെ കല്യാണം വളരെ സേഫാണ് അല്ലേ, മക്കളും കുട്ടികളും ഒന്നും ഇല്ലാണ്ട് സുഖമായിട്ട് ജീവിക്കാം. ഇങ്ങനെ ചിന്തിക്കുന്ന ഇനി കല്യാണം കഴിക്കേണ്ടത് പാരൻസ് അല്ല തീരുമാനിക്കുക. എൻ്റെ ഡ്രസ്സ് ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ ചെരുപ്പ് ഞാൻ തീരുമാനിക്കുന്നു, എൻ്റെ ലൈഫ് പാർട്ട്ണർ മാത്രം വാപ്പിയമ്മയും തീരുമാനിക്കുക. അത് ശരിയല്ല, അത് ഇൻജസ്റ്റിസ് ആണ്. അതുകൊണ്ട് എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ആ പൊട്ടി തന്നെ എൻ്റെ കൂടെ ഉണ്ടാവണം. 10ാം ക്ലാസ്സിലെ എൻ്റെ കൂടെ പഠിക്കുന്ന ആ പൊട്ടൻ തന്നെ എൻ്റെ കൂടെ ഉണ്ടാകണം എന്ന് ചിന്തിക്കുകയാണ്. ഈ 10th നിങ്ങൾക്ക് ഒരു ഇണയെക്കുറിച്ചുള്ള സങ്കല്പമല്ല +2 നിങ്ങളുടെ ഇണയെക്കുറിച്ച് സങ്കല്പം. ഈ 10th +2 ഒക്കെ വരുമ്പോൾ നിങ്ങൾ ചോക്ലേറ്റ് ബോയ്, ചോക്ലേറ്റ് ഗേൾ എന്നൊരു സങ്കല്പമായിരിക്കും ഉണ്ടാവുക. ഡിഗ്രി ഒക്കെ ആകുമ്പോഴേക്ക് നിങ്ങളുടെ മെൻ്റൽ ഏജ് വളരും. അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ പൊട്ടനെ ഹസ്ബൻഡ് ആക്കാൻ പറ്റില്ല, ഫ്രണ്ടൊക്കെ ആക്കി കൊണ്ടു നടക്കാം, അതുകൊണ്ട് കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ടാവണം എൻ്റെ ഹസ്ബൻഡിന് എന്ന് ചിന്തിക്കും. കുറച്ചുകൂടി നിങ്ങൾ PG ഒക്കെ കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും, എൻ്റെ മക്കൾക്ക് വാപ്പാന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സംസ്കാരം ഉള്ള ഒരാൾ വേണം. സംസ്കാരമാണ് പ്രധാനം. ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും. IQ-വിനേക്കാൾ പ്രധാനമാണ് അത് എന്ന് പറയുന്നത്. കുറച്ചുകൂടി വളർന്നാൽ അവൾക്ക് മനസ്സിലാകും, ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, കയ്യിൽ പൈസ അല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. ഓനിങ്ങനെ വലിയ ബൈക്കും അല്ലെങ്കിൽ നീളം മുടിയൊക്കെ ആയിട്ട് നടന്നിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിൽ പണം വേണം, പണം വേണമെങ്കിൽ അവന് ഡിഗ്രി വേണം. ഡിഗ്രി മാത്രം ഉണ്ടായാൽ പോരാ, മടിയനെ കല്യാണം കഴിച്ചാൽ കുടുംബം പട്ടിണിയാവും. പക്ഷെ അതൊക്കെ ചിന്തിച്ചിട്ട് കല്യാണം കഴിക്കുമ്പോഴേക്ക് നമുക്ക് പ്രായമാവും. അതുകൊണ്ടാണ് ഇത് പാരൻസിനെ ഏൽപ്പിക്കുന്നത്. അവരാകുമ്പോൾ എക്സ്പീരിയൻസ് ഈസ് ദി ബെസ്റ്റ് ടീച്ചർ എന്നാണ്. അവർക്ക് കുറേയധികം കാര്യങ്ങൾ, ലോക വിവരമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത്തരം തീരുമാനങ്ങൾ, ജീവിതത്തിലെ നിർണായകമായ തീരുമാനങ്ങൾ അങ്ങനെ കുട്ടികൾ എടുക്കുകയാണ്. ഒരു കുട്ടി അവൾ ജീവിതം അവസാനിപ്പിക്കുകയാണ്. ആ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോസ്റ്റലിലാണ് കേട്ടോ, റൂം വാതിലടച്ചു, ബ്ലേഡ് കൊണ്ട് കൈമുറിച്ചു. അങ്ങനെ കുറേ നേരം കഴിഞ്ഞു, വാതിലൊക്കെ തുറന്നു, അവശയായി ഇവളെ ഹോസ്പിറ്റലൈസ് ചെയ്ത് ആ കുട്ടിയെ പേരൻസ് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ആ മോളോട് ചോദിച്ച ചോദ്യം, എനിക്ക് നിങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികമായൊരു ചോദ്യമാണ്, ഈ കൈ മുറിക്കുമ്പോൾ വേദന ഉണ്ടാവില്ലേന്ന്. അത്ഭുതകരമായൊരു കാര്യം, ഈ കുട്ടി പറഞ്ഞ മറുപടി, ഒട്ടും എനിക്ക് വേദന ഉണ്ടായിരുന്നില്ല എന്ന്. വളരെ യാന്ത്രികമായ അവസ്ഥയിലാണ് ഞാൻ പോയതെന്നാണ്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഈ പറയണത്. ഈ കുട്ടി പറയാണ്, അവിടെ സ്റ്റോറുണ്ട്, സ്റ്റോറിൽ പോയി ബ്ലേഡ് വാങ്ങണത് എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ബ്ലേഡ് വാങ്ങി ഞാൻ റൂമിലേക്ക് വന്നപ്പോൾ ഒരു കുട്ടി റൂമിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവളോട് പുറത്തിറങ്ങാൻ പറഞ്ഞു. എന്നിട്ട് ഡോർ അടച്ചു. ഇതും എനിക്ക് ഓർമ്മയുണ്ട്. ഞാനവിടെ കസേരയിലിരുന്നു, ഞാനിങ്ങനെ മുറിക്കുന്നത് എനിക്ക് ഓർമ്മയുണ്ട്, ഒട്ടും വേദന ഉണ്ടായിരുന്നില്ല എന്ന്. എന്നിട്ട് ബ്ലഡ് ഇങ്ങനെ ഇറ്റുന്നത് എനിക്ക് ഓർമ്മയുണ്ടെന്ന്.
അപ്പോൾ ഇതിങ്ങനെ ആവണമെങ്കിൽ നമ്മുടെ പെയിൻ, നമ്മുടെ ബോധം എന്ന് പറയുന്നൊരു സാധനം, കോൺഷ്യസ്നെസ്, അത് നഷ്ടപ്പെടണം. ഈ ലഹരി സാധനങ്ങളൊക്കെ ഉപയോഗിച്ചാൽ വളരെ സുഖം. അത് ഇന്നലെ 5 കുട്ടികൾ MBBS സ്റ്റുഡൻസ്, അതിൽ പാലക്കാട്ടുള്ള ഒരു കുട്ടിക്ക് ഒരൊറ്റ മകനേ ഉള്ളൂ. അച്ഛനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരാണ്, ഒരാൾ ടീച്ചറാണ്. അവർക്ക് ഒറ്റ മകനേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കണം. ആ അച്ഛൻ്റെയും അമ്മയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് വയ്ക്കുക നിങ്ങൾ. ഒരു കുട്ടിയോട് പറഞ്ഞു, മോനെ, 2 ദിവസം മുമ്പ് നല്ല മഴ പെയ്തില്ല ഇവിടെ, ആ സമയത്താണ് ഈ കുട്ടികൾ പോണത്. അപ്പോൾ പറഞ്ഞു, മോനെ നല്ല മഴയില്ലടാ, ഇന്ന് പോണ്ടെന്ന് പറഞ്ഞു. ആണോ? ഉമ്മയും ഉപ്പയും പറഞ്ഞാൽ പോണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ഇത് എന്തെങ്കിലും വശപശക ഉണ്ടാവും. മാതാപിതാക്കൾ പറഞ്ഞാൽ അത് കേൾക്കണം, പടച്ചവൻ പറഞ്ഞാൽ അത് കേൾക്കണം, ടീച്ചേഴ്സ് ഗുരുവര്യന്മാർ പറഞ്ഞാൽ അത് കേൾക്കണം. ഇതൊക്കെ കേൾക്കാത്ത ആളുകളാണ് ഇതുപോലെ സൂയിസൈഡ് ചെയ്യുന്നത്, ഇതുപോലെയുള്ള ട്രാജഡി സംഭവിക്കുന്നത്. ഈ പയ്യൻ പറയുന്നത്, അതിലൊരു പയ്യനാണ് ഡ്രൈവ് ചെയ്യുന്നത്. 11 പേരായിരുന്നു അതിൽ. ആലോചിക്കുക, ടവേര എന്ന് പറയുന്ന വാഹനത്തിൽ 11 പേര് തിങ്ങി നിറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഡ്രൈവർ മരിച്ചിട്ടില്ല അത്രേ. അയാൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നിമിഷം ഒരു ബ്ലാക്ക് കർട്ടൻ എൻ്റെ കണ്ണിൽ വീണു, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തടസ്സപ്പെടുന്ന എന്തോന്ന് വീണു, പിന്നെ ഒന്നും ഞാൻ കാണില്ല. അങ്ങനെയൊക്കെ സംഭവിക്കും. നമ്മുടെ ഈ കണ്ണിനെ നമ്മൾ വിശ്വസിക്കരുതെന്നാണ്. കാരണം നമ്മൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, കണ്ണുകൊണ്ട് കാണണമെന്ന്. ഇതെൻ്റെ വാപ്പയാണെന്ന് നമ്മൾ കണ്ണുകൊണ്ട് കണ്ടതാണോ? ഉമ്മ പറഞ്ഞു ദിസ് ഈസ് യുവർ ഫാദർ, അതെന്നെ വിശ്വാസം. അങ്ങനെ നമ്മൾ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് എൻ്റെ വാപ്പയാണോ അല്ല, നമ്മൾ ടെസ്റ്റ് നടത്തിയിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ അമിതമായി അങ്ങനെയൊക്കെ നോക്കി നമുക്ക് ജീവിക്കാൻ പറ്റില്ല. എൻ്റെ ഉമ്മയെ എനിക്ക് വിശ്വാസമാണ്. ഇതുപോലെ തന്നെയാണ് പ്രവാചകന്മാർ, ഇതുപോലെ തന്നെയാണ് പരലോകം എന്നൊക്കെ പറയുന്നത്. ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാം. അമേരിക്കയിൽ ആരും പോയിട്ടില്ല, പക്ഷെ അമേരിക്ക ഉണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലേ? ട്രംപ് അമേരിക്കയിൽ തന്നെയാണ്. പലതും നമ്മൾ പിന്നീട് അറിയുക, ഇതൊന്നും ശരിയല്ല എന്ന് അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഒരു സെൻസ്, ഒരു തീയെ അവിടെ പുക ഉയരുമ്പോൾ തീ കാണണ്ട, അവിടെ തീയുണ്ട്. എങ്ങനെ? പുക കണ്ടില്ലേ, പുകയില്ല കണ്ടുള്ളൂ, തീ കണ്ടില്ലല്ലോ എന്ന് ചോദിച്ചാൽ അവനാണ് ബുദ്ധിയില്ലാത്തത്. ഈ കാണുന്ന പുകയിൽ നിന്ന് കാണാത്ത തീയിനെ വിശ്വസിക്കാൻ, ഇതിനാണ് മനുഷ്യനല്ല, പിന്നെ മൃഗത്തിനും പറ്റില്ല. അത് മനുഷ്യൻ്റെ പ്രത്യേകത ഈ റേഷണലിസമാണ്. ഇനി ഡിസയർ, റേഷണലിസം ഇല്ലാതെ ഡിസയർ മാത്രമായി ജീവിക്കുന്നത് എനിമൽ സ്റ്റേജാണ്. അതിങ്ങനെ ആഗ്രഹത്തിനനുസരിച്ച് പോവാണ്. അത് അപകടം ചെയ്യും. നിങ്ങൾ നോക്കൂ, സിമ്പിൾ ഒരു ഉദാഹരണം. നിങ്ങൾ ഫുട്ബോൾ ഇഷ്ടപ്പെടുന്ന കൈപൊക്കിയേ, ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവർ കൈപൊക്കിയേ. കൈ പൊക്കുമ്പോൾ വലത് കൈ പൊക്കണം. ശരി, ഡൗൺ. ഈ ഫുട്ബോൾ കളിക്കുമ്പോൾ അവിടെ ഒരു ആവശ്യമില്ലാണ്ട് ഓടി നടക്കണതാണ്, അയാളുടെ പേര് റെഫറി എന്നാണ്. അപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ നിങ്ങൾ ബോറടിക്കുന്നില്ലല്ലോ, നമ്മൾ അവസാനിപ്പിക്കാണ്ട് ഒരു 15 മിനിറ്റ് ഓടിയുണ്ട് ഇൻഷാ അല്ലാഹ്. ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരാൾ അവിടെ അങ്ങനെ ഓടി നടക്കും ആ ഗ്രൗണ്ടിൽ. വലിയ ശല്യമാണ് അയാളെ കൊണ്ട്. യെസ് ഓർ നോ? വലിയ ശല്യം. കാരണം ഒരു കാര്യമില്ല, കാരണം നമുക്ക് ഇതിൻ്റെ കോൺസെൻട്രേഷൻ ഒക്കെ തെറ്റും. ഇയാൾ ഇടയ്ക്ക് നടക്കണം. ഇയാളുടെ പേര് റെഫറി എന്നാണ്. ആ റെഫറി ചിലപ്പോൾ യെല്ലോ കാർഡ് ഉയർത്തും. അതിനേക്കാൾ വലിയ ദുഷ്ടതരാണ്. കാര്യമായി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗോൾ അടിക്കപ്പെട്ട് വിഷമത്തിൽ നിൽക്കുമ്പോൾ തിരിച്ചടിക്കാൻ കിടന്ന സമയത്താണ് യെല്ലോ കാർഡ്. അല്ലെങ്കിൽ ഏറ്റവും ആ ഗോൾ മുഖത്ത് ഏറ്റവും ആ പീക്ക് ടൈമിൽ ചിലപ്പോൾ ഗോൾ വരെ അടിച്ചിട്ടുണ്ടാവും, ഫുട്ബോൾ പോസ്റ്റിലേക്ക് ബോൾ പോയിട്ടുണ്ടാവും, അപ്പോഴാവും യെല്ലോ കാർഡ് വരുന്നത്. ആ സമയത്ത് ഉണ്ടാക്കുന്ന വേദന എത്രമാത്രമാണ്, ഒന്നാണ്ട് കൊടുക്കാൻ തോന്നും, അല്ലേ? ചിലപ്പോൾ ഇയാൾ ചെയ്യുന്ന ദ്രോഹം റെഡ് കാർഡ്, ചിലപ്പോൾ താൽക്കാലിക വിലക്ക്, ചിലപ്പോൾ ആജീവനാന്ത വിലക്ക്. ഇങ്ങനെ കുറേ നിയമങ്ങൾ ഫിഫ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ നിയമമില്ലെങ്കിൽ ഫുട്ബോൾ കളി മനോഹരമാകോ നാശവോ? നാശവും. ഇത്രയേ ഉള്ളൂ. ഇതേ ഇസ്ലാം പറയണുള്ളൂ. ഈ ദുനിയാവിലെ ജീവിതം മനോഹരമാകണമെങ്കിൽ ഇങ്ങനെ ചില റൂൾസും റെഗുലേഷൻസും പടച്ചവൻ വെച്ചിട്ടുണ്ട്. ആ നിയമങ്ങളെ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഈ ഫുട്ബോൾ കളി ഒട്ടും ഭംഗിയില്ലാത്ത വളരെ മോശമായൊരു കളിയായിത്തീരും. പരസ്പരം ഇടിച്ചും അടിച്ചും ബഹളം വെച്ചും തകർക്കും. ഈ റെഫറി ഉള്ളത് കൊണ്ടാണ് അത് നമ്മൾ ആസ്വദിക്കുന്നത്. തെറ്റ് കണ്ടാൽ അയാൾ ചോദ്യം ചെയ്യും, എന്നിട്ട് അനുസരിച്ചില്ലെങ്കിൽ അയാൾക്ക് യെല്ലോ കാർഡ് കൊടുക്കും, വീണ്ടും അയാൾ അനുസരണക്കേട് കാണിച്ചാൽ റെഡ് കാർഡ് കൊടുക്കും. ഇതൊക്കെ നിയമമാണ്. ഈ നിയമമാണ് ഫുട്ബോൾ കളിയെ മനോഹരമാക്കുന്നത് എങ്കിൽ പടച്ചവൻ ആണിനും പെണ്ണിനും
ചില പ്രത്യേക വസ്ത്രം ധരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുരുഷലോകം പറയുന്നുണ്ട്, എന്തിനാണ് അങ്ങനെ ആണിനും പെണ്ണിനും 2 ഡ്രസ്സ്? ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ശരിയല്ല. അത് ശരിയാണല്ലോ. പെണ്ണിന് ലോങ് ഹെയർ റോങ്. ആണിന് വളരെ സുഖമല്ലേ, ഇതൊക്കെ മുടി കുളിച്ച് കഴിഞ്ഞാലും ഉണങ്ങാൻ കുറച്ച് സമയം. ആ പെണ്ണിന് എത്ര സമയം, അതുകൊണ്ട് അതൊക്കെ കട്ട് ചെയ്യണം. ഇത് കേൾക്കുമ്പോൾ പെൺകുട്ടികൾക്ക് തോന്നും വെരി ഗുഡ്, നന്നായിട്ടുണ്ട്. ഈ തട്ടം പിന്നെ ഒരുപാട് ഡ്രസ്സുകളൊന്നും പെണ്ണുങ്ങൾ ഇടേണ്ട കാര്യമില്ല. 2 പീസ് കേട്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ കുറച്ച് ആണുങ്ങളെ പോലെ വല്ല ജീൻസും ടീഷർട്ടും ഇട്ട് നമ്മൾ വെരി ഗുഡ്. ജെൻഡർ ഡിസ്ക്രിമിനേഷനെതിരെ നമ്മൾ ജെൻഡർ ഇക്വാലിറ്റി, വെരി ഗുഡ്, ഇൻകുലാബ് സിന്ദാബാദ്. യഥാർത്ഥത്തിൽ ഇത് പറയുന്നത് ആണുങ്ങളാണ്. എന്നാൽ ഈ ജെൻഡർ ലിക്വിഡിറ്റിയും ഇക്വാലിറ്റിയും പറയുന്ന ഇവർ പാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് പറ്റേ, എന്നിട്ട് പറയും നമ്മൾ തമ്മിൽ ഡിസ്ക്രിമിനേഷൻ വേണ്ട, ഞങ്ങളിതേ പാവാടിയും ബ്ലൗസ് ഇട്ട് വരുന്നു. ഇവിടുത്തെ മുഖ്യമന്ത്രി പാവാടിയും ബ്ലൗസ് ഇട്ടിട്ട് ഒരു ദിവസം വരും, ഒരു സാരി എടുത്തിട്ട് ഒരു ദിവസം വരും. എന്തായിരിക്കും അവസ്ഥ? ഈ വൃത്തികേട് പോലെയാണ് പെണ്ണ് ആണാവുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പുരുഷ ലോകം നിങ്ങളെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണ് ഈ വിഡ്ഢിത്തം നിങ്ങൾ സ്വീകരിക്കുന്നത്. ഈ പുരുഷ ലോകം അവർക്ക് ആസ്വദിക്കാൻ അവരുടെ ലോകമാണത്. അമേരിക്കയിൽ ഇതുവരെ ഏറ്റവും അവസാനം ഹിലരി പ്രസിഡന്റ് ആവുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ഒരു ആണ് തന്നെയാണ് അവിടുത്തെ പ്രസിഡന്റ്. ഇവിടുത്തെ വലിയ വലിയ വിപ്ലവ രാഷ്ട്രീയത്തിലെ അമരക്കാർ, മുഖ്യമന്ത്രി എപ്പോഴും ഒരു പെണ്ണ് മുഖ്യമന്ത്രി വരണില്ലല്ലോ. എന്താ വരാത്ത? അവർ ഈ ഫെമിനിസം ഇതൊക്കെ പറയും. അവരെ പാർട്ടിയിൽ അങ്ങനെ ഒരു സെക്രട്ടറി വരട്ടെ, അതൊക്കെ അവർ പറയുന്നത് വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് തിരിച്ചറിയാനുള്ള വിവേകം, ഇതിനാണ് നിങ്ങൾ വിദ്യാഭ്യാസം. വിദ്യ കൊണ്ടറിയേണ്ടതറിയാതെ വിദ്വാനെന്നു നടിക്കുന്നിതു ചിലർ, കുങ്കുമത്തിൻ ഗന്ധമറിയാതെ കുങ്കുമം ചുമക്കും പോലെ ഗർദ്ധവം എന്ന് പൂന്താനം പാടുന്നുണ്ട്. മസലുല്ലദീന ഹുമ്മിലു തൗറാ സുമ്മ ലം യഹ്മിലുഹ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫറ. കഴുതകൾ ഗ്രന്ഥം ചുമക്കുന്നത് പോലെയാണ് മനുഷ്യർ ഈ ബുക്ക് ചുമക്കുന്നത് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ കഴുതകളാകരുത്, നമ്മൾ മൃഗങ്ങളാകരുത്, നമ്മൾ ഏഞ്ചൽ സ്റ്റേജിലേക്ക് വളരണം. നമ്മൾ ഏറ്റവും മിനിമം മനുഷ്യനാകണം. ഏഞ്ചൽ സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് റേഷണലിസവും ഡിസയറൊന്നുമില്ല. അവർ കംപ്ലീറ്റ് പടച്ചവൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാണ്. മനുഷ്യൻ ബേബി വാക്കിംഗ് സ്റ്റേജ് എന്നാ പറയാം. തെറ്റുകൾ സംഭവിക്കും, വീണ്ടും അവൻ പശ്ചാത്തപിക്കും, വീണ്ടും തെറ്റുകൾ സംഭവിക്കും, വീണ്ടും പശ്ചാത്തപിക്കും. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളൊന്ന് കൈപ്പൊക്കെ, അങ്ങനെ ആരെങ്കിലും കൈപ്പൊക്കെ അവനാവും ഏറ്റവും വലിയ പാപി. അങ്ങനെ കൈപ്പൊക്കാൻ പറ്റില്ല. കാരണം തെറ്റ് കുല്ലുബിന് ആദമ ഖത്താവുൻ, ആദ്യത്തെ മനുഷ്യനെ തന്നെ പടച്ചവൻ നമുക്ക് പരിചയപ്പെടുത്തി തന്നത് തെറ്റ് സംഭവിച്ച ഒരാളെന്നാണ്. എന്താ ആദമിനോട് പറഞ്ഞത്? ആ മരത്തിൻ്റെ അടുത്തേക്ക് പോകരുത്, കഴിക്കരുത്, കഴിച്ചാൽ ഫതകൂന മിനൽ ളാലിമീൻ. ആദമിനോട് മാത്രമാണോ പറഞ്ഞത്? ആദമിനോടും വൈഫിനോടും കൂടിയാണോ പറഞ്ഞത്? രണ്ടാളോടും കൂടിയാണ് പറഞ്ഞത്. പലരും അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആദമിനോട് മാത്രമാണ് പറഞ്ഞത്. ലാ തഖ്റബാ എന്നാണ്. ലാ തഖ്റബ് എന്നാണ് ഒരാളോട് പറയാം. ലാ തഖ്റബാ ഹാദിഹി ഷജറ. ഹസ്ബൻഡ് വൈഫ് അങ്ങോട്ട് പോകരുതെന്ന് പറഞ്ഞു. ഫതകൂന മിനൽ ളാലിമീൻ. അതിൻ്റെ കോൺസിക്വൻസസും പഠിപ്പിച്ചു കൊടുത്തു. അത് പോയാൽ അക്രമിയായി തീരുന്നു. എന്ത് സംഭവിച്ചു? ആ പടച്ചവൻ്റെ കൽപ്പന തൽക്കാലം മറന്നു. ഇബ്ലീസ് വന്ന് പറഞ്ഞു, ഇബ്ലീസിൻ്റെ കെണിയിൽപ്പെട്ടു, നേരെ പോയി പഴിച്ചു, തിന്നു, കെട്ടികൾക്കും കൊടുത്തു. അള്ളാഹു രണ്ടാളെയും വിളിച്ചു. എന്തിനാണത് ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആദം പറഞ്ഞ മറുപടി എന്താ? ദേ ഇബ്ലീസ് പറഞ്ഞിട്ടാണ്. ഇതാണ് സത്യം. അങ്ങനെയാണോ ആദം പറഞ്ഞത്? ഐ എം ദ കോസ്, റബ്ബന ലലംനാ അൻഫുസന. സംഭവിച്ചു പോയി. ഈ ഒരു വലിയ സന്ദേശം ഖുർആൻ ആദ്യം നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തെറ്റാരെ ആരോപിക്കരുത്. പ്രിൻസിപ്പൽ ക്യാബിനിലേക്ക് വിളിച്ചു. എന്തിനാണ് ചെയ്തത്? ഇവൻ പറഞ്ഞു ചെയ്യാൻ, അവൾ പറഞ്ഞു ചെയ്യാൻ. എന്തുകൊണ്ട്? നീ പൊട്ടനായതുകൊണ്ടാണ്. അവനോടും പറയും. ഇതുപോലെ ഫെമിനിസ്റ്റുകളും ലിബറലിസ്റ്റുകളും ഇതുപോലെയുള്ള ഭൗതികവാദികൾ നിങ്ങളോട് പറയുമ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ പോവാൻ, അങ്ങനെ ചെയ്തു എന്ന് പറയരുത്. അതിനാണ് വിവേകം. ദി എബിലിറ്റി ടു യൂസ് യുവർ നോളജ് ടു ടേക്ക് ഗുഡ് ഡിസിഷൻ. അപ്പം ഞാൻ ഈ പറയുന്നത് അങ്ങനെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്. ഞാൻ ഈ പറയുന്നതിൽ ശരിയെന്ന് തോന്നുന്നത് സ്വീകരിക്കുക. തെറ്റാണെങ്കിൽ തെറ്റ് നിങ്ങൾ പറയണം, എന്നോട് പറയണം. ലോകത്ത് ആര് വന്നാൽ ഏറ്റവും വലിയ ജിഹാദ്, അഫ്ളലുൽ ജിഹാദി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കലിമത്തു ഹഖ്ഖിൻ ഇന്ദ സുൽത്താനിൻ ജായിർ. അധർമ്മകാരിയായ നേതാവിനോട് മുഖത്ത് നോക്കിയിട്ട് ഇത് തെറ്റാണെന്ന് പറയലാണ്. ആ ഒരു ഫ്രീഡം, ആ ഒരു ഇക്വാലിറ്റി ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. മുഹമ്മദ് നബിയുടെ പണിയതായിരുന്നില്ലേ?
മുഹമ്മദ് നബി എന്തായാലും ചെയ്തത്? അബൂജഹലും മുത്തുബത്തും അടങ്ങുന്ന അധർമ്മകാരികൾ പാവപ്പെട്ട പെൺകുട്ടികളെ കുഴിച്ചു മൂടുമ്പോൾ അരുത് കാട്ടാള എന്ന് പറഞ്ഞ ആളുടെ പേര് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാട്ടാളത്തരത്തിനെതിരെ മാനിഷാദ മുഴക്കിയ എല്ലാ പ്രവാചകന്മാരും അങ്ങനെയായിരുന്നു. ഈ അധർമ്മത്തിനെതിരെ പ്രതികരിച്ചവരുടെ പേരാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൻ റആ മിൻകും മുൻകറൻ, തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യണം. വാപ്പ തെറ്റ് ചെയ്താലും ചോദ്യം ചെയ്യണം. ഉപ്പല്ലേ ഒരു ഗ്ലാസ് കള്ള് തന്നു, മോനെ കുടിക്കടാന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറയണം. വാപ്പാനനുസരിക്കണമെന്ന് വെച്ചിട്ട് ആ ചാൻസ് ഉപയോഗപ്പെടുത്തരുത്. നോ എന്ന് പറയണം. വീട്ടിൽ ഡിസിപ്ലിൻ വേണം. ഉമ്മ 12 മണിക്കാണ് ഉറങ്ങുന്നതെങ്കിൽ നിങ്ങൾ പറയണം ഉമ്മ അരുത്, ഇത് നിങ്ങളുടെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ, അത് നിങ്ങളെ അപകടകരമായ വിധത്തിൽ ഉമ്മാക്കുപ്പാട് സ്നേഹമില്ലാത്തത്, ഉമ്മ ഞങ്ങളോട് മോശമായിട്ട് പെരുമാറുന്നതിൻ്റെ കാരണം ഇതാണ് എന്നുമ്മയെ പഠിപ്പിക്കണം. വീട്ടിൽ അച്ചടക്കം പ്രധാനമാണെന്ന് പഠിപ്പിക്കണം. ട്രാഫിക്, നിങ്ങൾ ഒരു പുതിയ കാറ് വാങ്ങിച്ചു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ജനത്തിലൂടെ പോകാൻ പറ്റില്ല. ട്രാഫിക് പോലീസ് ഉണ്ടാകും, ട്രാഫിക് റൂൾസ് ഉണ്ടാകും, സിഗ്നലുകൾ ഉണ്ടാകും. അതൊന്നുമില്ലാത്ത ഒരു റോഡിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ഈ നിയമങ്ങളാണ് നമുക്ക് സുഗമമായി ഭൂമിയിലൂടെ സഞ്ചരിക്കാൻ പഠിപ്പിക്കുക. ഈ സ്കൂളിൽ നിങ്ങൾക്ക് ഒരുപാട് റൂൾസ് ഉണ്ടല്ലോ. ഈ റൂൾസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിഫോം അല്ല നിങ്ങൾ ധരിച്ചിട്ടുള്ളത്, ഇഷ്ടമുള്ള കളറായിരിക്കില്ല, പക്ഷേ നിങ്ങളത് അനുസരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾ നിത്യജീവിതത്തിൽ പലതും അനുസരിക്കുന്നു. പക്ഷേ നിങ്ങൾ ഈശ്വരനെ അനുസരിക്കേണ്ടതില്ല, മതം പാടില്ല, അതുപോലെ തന്നെ ഇവിടുത്തെ രീതികളൊന്നും ശരിയല്ല എന്ന വിധത്തിൽ നിങ്ങളെ ആരെയെങ്കിലും പറഞ്ഞു പറ്റിക്കുന്നുവെങ്കിൽ അത് വഞ്ചനയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം നിങ്ങൾക്കുണ്ടാകണം. 2005 അമേരിക്കയിൽ പഠനം നടത്തി. ലഹരി കഴിക്കാതിരിക്കാൻ കുറേ ആളുകൾ എന്താണ് അവരുടെ പ്രേരണ? ഞാൻ പറഞ്ഞില്ലേ, മെഗാസ്റ്റാറിനെ സംബന്ധിച്ചിടത്തോളം ഇഷ്ടം പോലെ പൈസ അയാളുടെ കയ്യിലുണ്ട്, ഇഷ്ടംപോലെ വിവിധ ഇനം മദ്യവും അയാൾക്ക് കഴിക്കാം. പക്ഷേ അയാളോ അയാളുടെ മകനോ അത് കഴിക്കണില്ല. അയാൾ 5 ടൈംസ് പ്രയർ ചെയ്യുന്നു. APJ അബ്ദുൽ കലാമിൻ്റെ രാമേശ്വരത്തെ ഖബറിസ്ഥാൻ ഞാൻ സന്ദർശിച്ചു. അദ്ദേഹം അവസാനം നിത്യം ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അവിടെ ഡിസ്പ്ലേക്ക് വെച്ചിട്ടുള്ളതിൽ ഒന്ന് മുസല്ലയാണ്, മറ്റൊന്ന് ഖുർആനാണ്. APJ അബ്ദുൽ കലാമിൻ്റെ വിങ്സ് ഓഫ് ഫയർ ആയാലും അതുപോലെയുള്ള ടേണിംഗ് പോയിന്റ് ആയാലും അദ്ദേഹം എഴുതിയിട്ടുള്ള ബുക്സുകൾ നിങ്ങൾ വായിച്ചു നോക്കുക. അദ്ദേഹത്തിൻ്റെ പിതാവിനെ കുറിച്ച് പറയുന്നത്, എൻ്റെ ഉപ്പ സ്റ്റാർട്ടിങ് ഹിസ് ഡേ അറ്റ് 4 AM ബൈ ഡൂയിങ് നമസ്കരിച്ചുകൊണ്ടാണ്, തഹജ്ജുദ് നിസ്കരിച്ചുകൊണ്ടാണ് എൻ്റെ ഉപ്പ ഒരു ദിവസം തുടങ്ങുകയെന്ന്. അത് കണ്ടുകൊണ്ടാണ് ആ കുട്ടി വളരുന്നത്. അതുകൊണ്ട് മാതൃകകളാവുക. നിങ്ങൾക്ക് ഉണ്ണികളുണ്ടെങ്കിൽ അനിയന്മാർക്കും അനിയത്തിമാർക്കും നിങ്ങൾ മാതൃകകളാവണം. നിങ്ങൾക്ക് ഇത്താത്തയും ഇക്കാക്കയുണ്ടെങ്കിൽ അവരോട് നിങ്ങൾ ധർമ്മം ഉപദേശിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അങ്ങനെ സ്നേഹപൂർവ്വം സമീപനം സ്വീകരിക്കുമ്പോഴാണ് തണലുണ്ടാകുക, അല്ലെങ്കിൽ വെയിലാകുക. എന്തിനാണ് മരങ്ങൾ വെക്കുന്നത്? തണലിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ ഓരോരുത്തരും തണലാണ്, നമ്മൾ ഓരോരുത്തരും തണലാകണം. നമ്മൾ വീട് എന്ന് പറയുന്നത് വലിയൊരു തണൽ മരമാണ്. അതെല്ലാവരും അതിൽ പരസ്പരം സഹകരണം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തുകൊണ്ടാണ് കുറേ ആളുകൾ മദ്യം കഴിക്കാത്തത് എന്നതിന് 4 ഉത്തരമാണ് കണ്ടിട്ടുള്ളത്. അമേരിക്കയിൽ നടത്തിയ പഠനമാണ്. ഒന്ന് എന്താണെന്നറിയോ? നല്ല കമ്മ്യൂണിക്കേഷൻ, നന്നായി തുറന്ന് സംസാരിക്കുന്ന ആളുകൾക്ക് ഇതുണ്ടാവില്ല എന്നാണ്. അപ്പോൾ കാര്യങ്ങൾ തുറന്ന് പറയുക, ഉപ്പയോട് സംസാരിക്കുക, ഉമ്മയോട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ സ്കിൽ അത് വളരെ പ്രധാനമാണ്. ഈ സംസാരം നിങ്ങൾ നടത്തിയാൽ നിങ്ങൾ കുറേ ഹറാമിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. പല കുട്ടികളും ഉമ്മാടെല്ലാം ഷെയർ ചെയ്യും, ഉപ്പാട് ഷെയർ ചെയ്യും. ചില കുട്ടികളുണ്ട്, അവർ പേരൻസിനോടൊന്നും ഷെയർ ചെയ്യില്ല. അവർ ഇതുപോലെയുള്ള പല ട്രാപ്പിലും പെട്ടുപോകും. രണ്ടാമത്തെ ഒരു കാരണം പറയുന്നത് ജിമ്മിന് പോകുന്ന കുട്ടികൾ, ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കുട്ടികൾ, ആ കുട്ടികൾ, യോഗ ചെയ്യുന്ന കുട്ടികൾ, കാരണം അവർ ഈ വൃത്തികേടുകൾ കഴിക്കില്ല, അവർ ശരീരം ശ്രദ്ധിക്കും, അവർ ഹെൽത്ത് ശ്രദ്ധിക്കുന്നതായതുകൊണ്ട് ഈ ലഹരി ശരീരത്തിന് ദോഷകരമാണെന്നതുകൊണ്ട് അവരത് ചെയ്യില്ല എന്നാണ്. മൂന്നാമത്തേത് അംബീഷൻ, വലിയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഫ്യൂച്ചർ പ്ലാനും ഉള്ള ആളുകൾ, ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ, അവരും ഈ അർത്ഥത്തിൽ ഉള്ള വൃത്തികേടുകൾക്ക് അവർ പോകില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം തുറന്ന് സംസാരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതേപോലെ തന്നെ സ്വപ്നങ്ങൾ നമുക്കുണ്ടാവുക, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ ഉണ്ടാവുക. അതേപോലെ തന്നെ ആരോഗ്യം എന്നത് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, എവറിത്തിങ് ഈസ് ലോസ്റ്റ്. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന മയോനൈസ് കഴിച്ചിട്ട് ഒരാൾ മരിച്ചുപോയി, ഒരു കുട്ടി മരിച്ചു. അതേപോലെ മന്തി കഴിച്ചൊരു ഉമ്മ മരിച്ചു എന്നൊക്കെ പത്രത്തിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണാൻ സാധിക്കും. എത്രയോ ഹോട്ടലുകൾ അടച്ചു. നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഈ വാട്ടർ ബോട്ടിലുണ്ടല്ലോ, പലതും നിരോധിക്കപ്പെട്ടിട്ടുള്ളതാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ ആരോഗ്യദായകമായ വിഭവങ്ങൾ കഴിച്ചുകൊണ്ട് കുറച്ചു സമയം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. കുറച്ച് സമയം എന്തെങ്കിലുമൊക്കെ നന്മ വരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് ഒരു ദിവസം 17 തവണ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയണമെന്നാണ്. എന്തിനാണെന്നറിയോ? നമുക്കൊക്കെ ഉള്ള പ്രശ്നത ചെയ്യാൻ നമുക്ക് ലഭിച്ചതിൽ അൽഹംദുലില്ലാ എന്ന് പറയണില്ല. ഒരു കാക്കയുടെയും മയിലിൻ്റെയും കഥയുണ്ട്, അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. കാക്ക കറുത്തിട്ടാണ്, കാക്കക്ക് വലിയ ദുഃഖമാണ്, തനിക്ക് ഭംഗിയില്ല. നമുക്ക് നമ്മൾ ചില കുട്ടികളുണ്ട്, ഹൈറ്റ് കുറവാണ്, എനിക്ക് ഭംഗിയില്ല, കളർ ഇങ്ങനെ ഇല്ല എന്നൊക്കെ. അവർക്കൊക്കെ ഈ കഥയിൽ നിന്ന് വലിയ പാഠമുണ്ട്. അങ്ങനെ ഒരു മരശിഖരത്തിൽ നിന്ന് കാക്ക അങ്ങനെ നോക്കുമ്പോൾ മയില് കൂട്ടിലിങ്ങനെ ഡാൻസ് കളിക്കുന്ന കുറേ ആൾക്കാർ കാണുന്നു. സൂ നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവും, അവിടെയൊക്കെ വ്യത്യസ്തങ്ങളായ കൂടുകളിൽ വിവിധങ്ങളായ പക്ഷികളുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ കാക്കക്ക് കൂടുതൽ സങ്കടമായി. ആളുകളൊക്കെ ഒഴിഞ്ഞപ്പോൾ മയിലിൻ്റെ അടുത്ത് പോയിട്ട് കരയാണ്. നീ എത്ര സൗന്ദര്യമുള്ള, നിൻ്റെ ഡാൻസ് കാണാൻ എത്ര ആളുകൾ, നിനക്ക് നല്ല വിഭവങ്ങൾ ലഭിക്കുന്നു, ഞാൻ കണ്ടില്ല, കറുത്തിട്ടാണ്, എനിക്ക് നടക്കാൻ പോലും എനിക്ക് ശരിക്കും അറിയില്ല, എൻ്റെ സൗണ്ട് കണ്ടില്ല, ഹാ വളരെ മോശം എന്നൊക്കെ കരഞ്ഞപ്പോൾ മയിൽ കരഞ്ഞു. മയിൽ കരഞ്ഞപ്പോൾ പറഞ്ഞു, നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഞാനൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പോൾ മയിൽ പറഞ്ഞത്, ഞാൻ കരഞ്ഞത് നിൻ്റെ കഥ കേട്ടിട്ട് വേദനിച്ചിട്ടല്ല, നിൻ്റെ വിഡ്ഢിത്തം ഓർത്താണ് ഞാൻ കരഞ്ഞത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഞാൻ കണ്ടില്ല നീ ഈ കൂട്ടിലാണ് അടച്ചിട്ടുള്ളത്. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ കൂടുകളിൽ തത്തയുണ്ട്, പരുന്തുണ്ട്, കൊക്കുണ്ട്, എല്ലാ ജീവികളുണ്ട്. ഒരു പക്ഷി മാത്രമല്ല, അത് നീയാണ്. നിനക്ക് ഇഷ്ടംപോലെ വിഹായസിൽ പറന്നു നടക്കുകയും ഇഷ്ടമുള്ള വിഭവങ്ങൾ കഴിക്കാനുള്ള സൗകര്യം നിനക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട്. ഞാൻ ഡാൻസ് കളിക്കണമെന്ന് നീ പറഞ്ഞില്ലേ, ഗതികേട് കൊണ്ടാണ് മോളെ. ഞാൻ ഈ കഴിക്കുന്ന വിഭവമൊന്നും ഇഷ്ടമായിട്ട് കഴിക്കണമല്ല, അവർ തരുന്ന ആ വിഭവം കഴിക്കും. നിനക്ക് ഇഷ്ടമുള്ള ചില്ലകളിൽ പോയി ഇഷ്ടമുള്ള കായ്ക്കനികൾ കഴിക്കാനുള്ള സൗകര്യമുണ്ട്. ഇത്രയും അനുഗ്രഹം നിനക്ക് തന്നിട്ട് നിനക്ക് കാണാൻ പറ്റിയില്ലല്ലോ, നീ എന്നിട്ട് എന്നെ നോക്കിയിട്ട് കരയല്ലേന്ന്. അപ്പോഴാണ് കക്ക സന്തോഷത്തോടുകൂടി പറന്നു പോകുന്നത്. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും. നിങ്ങളെപ്പോഴും താഴേക്ക് നോക്കുക. നിങ്ങൾക്ക് ലഭിച്ചതിനെക്കുറിച്ച് അൽഹംദുലില്ലാ എന്ന് പറയാം. നിങ്ങൾക്ക് ലഭിക്കാതെ പോയ ചെറിയ ചില കാര്യങ്ങളുണ്ടാവും. ഈ ദുനിയാവ് ഇത് പെർഫെക്റ്റ് വേർഷൻ അല്ല. ഈ ദുനിയാവിൽ ഒന്നും അങ്ങനെയല്ല. ഈ ദുനിയാവ് ഒരു താൽക്കാലികമായ ഒരു ലോകമാണ്. ഇവിടെ കുറേ കുറവുകളൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. എവ്രി സക്സസ്ഫുൾ പേഴ്സൺ ഹാസ് എ പെയിൻഫുൾ സ്റ്റോറി. എവ്രി പെയിൻഫുൾ സ്റ്റോറി ഹാസ് എ സക്സസ്ഫുൾ എൻഡ്. പ്രശ്നങ്ങളുണ്ടാകും, അതെല്ലാം നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ്. ഇത് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എഴുതി വെക്കണം, നോ ഷോർട്ട് കട്ട് ഇൻ ലൈഫ്. ഈ പെയിൻ അനുഭവിച്ച് തന്നെയാണ് ഈ ദുനിയാവിൽ എല്ലാവരും മുന്നോട്ട് പോയിട്ടുള്ളത്. ഉരുക്കിടുന്നു മെഴിനീരിലിട്ട് മുക്കുന്നു മുറ്റും ഭുവനൈക ശില്പി മനുഷ്യഹൃത്താം കനകത്തെയേതോ പണിത്തരത്തിനുപയുക്തമാക്കാൻ. ഇങ്ങനെ കണ്ണീരിലിട്ട് നമ്മളെങ്ങനെ ഉരുക്കും. അള്ളാഹു തരുന്ന മനോഹരമായ ഔഷധമാണ് വേദന. ഈ വേദന സഹിച്ചാൽ നോ ഗെയിൻ വിത്തൗട്ട് പെയിൻ. ഈ പെയിൻ അനുഭവിക്കുമ്പോൾ ഒരു ഗെയിൻ ഉണ്ടാവും. ഇന്നമാൽ ഉസ്രി യുസ്ര. നിങ്ങളിപ്പോൾ പഠിക്കുന്നു, ഒരുപാട് പെയിൻ ഉണ്ടാവും, നിങ്ങൾ ഒരുപാട് പ്രശ്നം അഭിമുഖീകരിക്കുന്നുണ്ടാവും. ടീച്ചേഴ്സ് വീട്ടിൽ ചെന്നാൽ ആകെ പഠിക്ക് പലരും മുടി ഇങ്ങനെ വെട്ടണം, പലവിധ പ്രശ്നങ്ങൾ അനുഭവിക്കും. പക്ഷേ ഈ പെയിൻ, ഈ ഷോർട്ട് ടൈം പെയിൻ നിങ്ങൾ അനുഭവിച്ചാൽ ആഫ്റ്റർ ഡിഗ്രി നിങ്ങൾക്ക് ലോങ് ടേം പ്ലഷർ. പിന്നെ നിങ്ങൾ സർവാന്ത സ്വതന്ത്രരാണ്. പിന്നെ നിങ്ങൾ ആരും നിയന്ത്രിക്കില്ല. ഞങ്ങളൊക്കെ ആ ഒരു ഘട്ടത്തിലുള്ളവരാണ്. അപ്പോൾ ഈ ഒരു ചെറിയ പീരീഡിൽ നിങ്ങൾ പെയിൻ അനുഭവിക്കാൻ തയ്യാറാകാതെ ഈ ടൈമിൽ നിങ്ങൾ ഇൻസ്റ്റയും അതുപോലെയുള്ള നിങ്ങളുടെ ഡീകോഡും ഒക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് നിങ്ങൾ കളിക്കാൻ നിന്നാൽ, ഒരു പുതിയ പഠനമുണ്ട്. ആ പഠനത്തിൽ പറയുന്നത് ഈ ബ്രെയിൻ ഡ്രോ എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ്. ഈ അമിതമായി ഇൻസ്റ്റയും വാട്സപ്പും FB ഒക്കെ കണ്ട് ഒരു തരം മന്ദിപ്പ്, ഒന്നിനോടും മരവിപ്പ്, ഈ ബ്രെയിൻ ഒന്നിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്ന അവസ്ഥ, ഈ ഒരു മാരകമായ ഒരു മാനസിക സമ്മർദ്ദം. അപ്പോൾ ഈ സമ്മർദ്ദം രക്ഷപ്പെടാനാണ് ഈ അർത്ഥത്തിൽ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്ന ഒരു പുതിയ നിർദ്ദേശം വെക്കുന്നത്. ഈ ഡിജിറ്റൽ ഡീടോക്സ് എന്ന് പറയുന്നത്, നമ്മൾ രാത്രി ഉറങ്ങില്ലേ, രാത്രി ഉറങ്ങുമ്പോൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കിടക്കണം എന്നാണ്. കഴിയുമെങ്കിൽ പക്ഷികളും മൃഗങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ സൺസെറ്റിന് മുമ്പ് അവസാനിപ്പിക്കുക, ഇല്ലെങ്കിൽ ഇശാക്ക് മുമ്പെങ്കിലും ഭക്ഷണം അവസാനിപ്പിക്കുക. രാത്രി അത്താഴം അത്തിപ്പുറത്തോളം വളരെ കുറച്ച് കഴിക്കുക. നിർബന്ധമായ ഒരു ദിവസം എന്തെങ്കിലും ഒരു വെജിറ്റബിൾ നമ്മൾ കഴിക്കണം, റോ വെജിറ്റബിൾ, എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സിൻ്റെ പീസ് നമ്മൾ കഴിക്കണം. അത് കഴിച്ചാൽ ഡൈജഷൻ കുറേ കൂടി ഈസിയാവും. എന്നിട്ട് നേരത്തെ നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കുന്ന പലതും വളരെയധികം ടോക്സിക്കാണ്.
ഇത് നിങ്ങളുടെ ഹെൽത്തിനെ ബാധിക്കും, നിങ്ങളുടെ മൈൻഡ് പവറിനെ ബാധിക്കും, നിങ്ങളുടെ ബ്ലഡ് പൊല്യൂട്ടഡ് ആകും, നിങ്ങൾക്ക് മാരകമായ രോഗം വരും. ക്യാൻസർ ബാധിച്ച എത്രയോ കുട്ടികൾ RCCയിൽ കിടക്കുന്നുണ്ട്, ഈ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്. എന്നും നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. നേരെ മറിച്ച് ആദ്യത്തെ മനുഷ്യനോട് പറഞ്ഞത് ഭക്ഷണം ശ്രദ്ധിക്കണം എന്നാണ്. ആദ്യത്തെ കൽപ്പന, യു ആർ വാട്ട് യു ഈറ്റ്. എന്താണോ കഴിക്കുന്നത് ആ സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാവുമെന്നാണ്. ആ ഒരു സ്വഭാവം ഉണ്ടാവുക എന്ന് പറയുന്നത് തെറ്റായി വ്യാഖ്യാനിക്കാറുണ്ട്. മൃഗങ്ങളുടെ ഭക്ഷണം കഴിച്ചാൽ മൃഗസ്വഭാവം, അത് തെറ്റായ ധാരണയാണ്. മൃഗങ്ങൾ കഴിക്കുന്നത് പച്ചപ്പുല്ലാണ്. മനുഷ്യൻ കഴിക്കുന്ന എല്ലാ മാംസവും പച്ചപ്പുല്ലും പച്ചവെള്ളവും കഴിക്കുന്ന ആടിൻ്റെയും പശുവിൻ്റെയും പോത്തിൻ്റെയും ഒക്കെ ഭക്ഷണമാണ്. അല്ലാണ്, അത് മഹാവിഡിത്താണത്. സിംഹത്തിൻ്റെ ഭക്ഷണം ഇറച്ചി കഴിക്കണമെങ്കിൽ അങ്ങനെ പറയാം, പൂച്ചനെ കഴിക്കണമെങ്കിൽ അങ്ങനെ പറയാം, പുലീനെ കഴിക്കണേ അതൊന്നും കഴിക്കണില്ല. ഇവിടെ പച്ചപ്പുല്ലും പച്ചവെള്ളവും കഴിക്കുന്ന സാധാരണ അവർ ശരിക്കും വെജിറ്റേറിയൻ ആണ്. നമ്മൾ കഴിക്കുന്നത്, നമ്മൾ ശരിക്കും വെജിറ്റേറിയൻ തന്നെയാണ്. നമ്മളാരും മാംസക്കുകളല്ല. അതുകൊണ്ടാണ് ഇത് നന്നായി ദഹിച്ചു പോകുന്നത്. അതുകൊണ്ട് ഇറച്ചിയും മീനും ഒക്കെ കഴിക്കാം, കോഴി കഴിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും ഓവറാവാൻ പാടില്ല, നിയന്ത്രിക്കണം മാത്രം. രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം ഒന്ന് പ്രാർത്ഥിച്ച് നിങ്ങൾ നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. അപ്പോൾ ഡീറ്റോക്സിഫിക്കേഷൻ നടക്കും. നിങ്ങൾ കഴിച്ചതൊക്കെ ദഹിച്ച് ബോഡി, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ ക്ലീനായി അടിപൊളിയായിട്ട് നിങ്ങൾക്ക് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റും. കഴിയുമെങ്കിൽ ഒരു സ്പൂൺ തേൻ രാവിലെ കുടിക്കുന്ന നല്ലതാണ്. ഫിഹി ഷിഫാ ഉല്ലിന്നാസ്, ഖുർആനിലെ ഒരു അധ്യായത്തിൻ്റെ പേര് തേനീച്ച എന്നാണ്, സൂറത്തുൻ നഹൽ. അതിൽ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ തേൻ കഴിച്ചാൽ ഫിഹി ഷിഫാ ഉല്ലിന്നാസ്, അത് നിങ്ങൾക്ക് ഷിഫയാണ് എന്ന്. എനിവേ, ഞാൻ വളരെയധികം അഭിമാനത്തോടു കൂടി നിങ്ങളോട് പറയുകയാണ്, ഈ കുട്ടികൾ വലിയ അനുഗ്രഹമാണ്. കാരണം ഇത്രയധികം ആക്റ്റീവ് ലിസണേഴ്സായിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടും അവർക്ക് ഒരു ചടപ്പുണ്ടായിട്ടില്ല. അൽഹംദുലില്ലാ, എല്ലാവിധ ഭാവങ്ങളും പടച്ചവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും തണലാണ് കുടുംബം എന്ന ഈ വിഷയത്തിലെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ഭാവങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.